വെൽക്കം ബാക്ക് ടു ജാസ് യമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ കുഞ്ഞു മക്കൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ നമ്മൾ രാവിലെ തന്നെ കുഞ്ഞു മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ബോക്സ് റെസിപ്പി ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ സ്കൂളിലേക്കുള്ള നോ ഫയർ കുക്കിംഗ് കോമ്പറ്റീഷനിലേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രീൻ സോസ് റെഡിയാക്കുന്നതിനായിട്ട് 5-6 കാഷ്നട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നല്ല കട്ട തൈര് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതിയോളം തന്നെ പുതിനയിലയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊരു സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കാഷ്നട്ട് ഇതുപോലെ കുതിർത്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. ഇനി കുറച്ചുകൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോളം വിനെഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് റെഡിയാക്കിയതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കട്ട തൈര് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓറഞ്ച് സോസ് റെഡിയാക്കാനും നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ്. കളർ വേണമെങ്കിൽ കളർ ചേർത്തിട്ടും റെഡിയാക്കാം, ഇല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറിൽ ഇതുപോലെ നമുക്ക് ഓറഞ്ച് കളർ സോസും റെഡിയാക്കി വെക്കാം. ഇനി ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചീസ് സ്ലൈസാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ബ്രെഡ് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് വരും കേട്ടോ ബ്രെഡ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ഗ്രീൻ സോസും അതുപോലെ തന്നെ ഒരു സ്ലൈസിൽ നമ്മൾ ഓറഞ്ച് കളർ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റെഡിയാക്കുന്ന ഫസ്റ്റത്തെ സാൻഡ്വിച്ച് ഇപ്പോൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 സൈഡും കുറച്ച് ബട്ടറൊക്കെ തടവിയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോ ഫയർ കുക്കിംഗ് റെസിപ്പി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡ് സോഫ്റ്റ് ആണെങ്കിൽ ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും ക്യാപ്സിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള കട്ട തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ കുരുമുളക് പൊടിയും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് ഇതിങ്ങനെ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ മയണൈസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിളിൻ്റെ മിക്സ് തന്നെയാണത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഗ്രീൻ സോസും ഓറഞ്ച് സോസും വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇതൊന്ന് മൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇതും അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിങ്ങനെ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രെഡ് നമ്മുടെ നൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തടവിയിട്ട് ചെയ്യുവാണെങ്കിൽ ബ്രെഡൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോ ഫയർ കുക്കിംഗ് റെസിപ്പി ആയിട്ട് കോമ്പറ്റീഷനിലേക്കൊക്കെ കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ രാവിലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയിൽ സ്കൂളിൽ പറഞ്ഞേക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ ട്രൈക്കളർ റെസിപ്പിയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഫീഡ്ബാക്ക് തരാം. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.